Hello, good afternoon, beautiful souls. Welcome back to my channel. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ക്ലെയിം ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾക്കിത് എൻ്റെ റീഡിംഗ് അല്ല എന്ന് തോന്നുന്നത് ആ സമയത്ത് തന്നെ വീഡിയോ ക്വിറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ എങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, മറ്റാരുടെയോ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ കാർഡ് എടുക്കാം. ഓറക്കിൾ കാർഡ് എടുത്തതിന് ശേഷം നമുക്ക് ടാരോട്ട് എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ്ങിലെ എനർജിയാണ്. നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആളിൻ്റെ കറണ്ട് തോട്ട്സ്, കറണ്ട് എനർജി, കറണ്ട് സ്റ്റാറ്റസ് എന്നിവ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഒറക്കിൾ കാർഡാണ്. ഒറക്കിൾ കാർഡ് നമുക്ക് ആദ്യം കിട്ടിയ എനർജി എന്ന് പറയുന്നത് മാസ്കാണ്. കണ്ടോ, മാസ്ക്. അപ്പോൾ മാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം മൂടി ഇട്ടിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്കിന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു എനർജിയിൽ നിന്നും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ആളാരാണ് അല്ലെങ്കിൽ എന്താണ് ആളിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പുറത്ത് കാണിക്കാതെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ഒരു മാസ്ക് ഇട്ടിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ആക്ച്വൽ ഫീലിങ്സ് എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ മാസ്ക് ഇട്ടിട്ടുള്ളൊരു ഫേസാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണലി, അതുപോലെ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഗ്യാസ് ലൈറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യവും ആളിവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ എനർജി എന്ന് പറയുന്നത് മാസ്കാണ്. ഒറിജിനൽ മുഖമല്ല നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ആദ്യത്തെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് ഒരു സ്നേക്കിൻ്റെ എനർജിയാണ്. സ്നേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കോമ്പറ്റീഷനുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്, ഒരു എനിമി ഉണ്ടെന്നാണ് പറയുന്നത്. അതും വെറുതെ ഒരു എനിമി അല്ല, നല്ല ക്ലവർ ആയിട്ടുള്ള, കുറച്ച് മലീഷ്യസ് ആയിട്ടുള്ള ഒരു എനർജി. ആ എനിമി എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ ഷോൾഡറിൻ്റെ പുറകെ കൂടെ നമ്മൾ എന്താ ചെയ്യണത്, നമ്മളിങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. എന്താ ചെയ്യണത്, എങ്ങോട്ട് പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ പറയുന്നുണ്ട്, ആരെ ഫോൺ ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നത്, അങ്ങനെ ഓരോ കാര്യവും നിങ്ങളെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലുക്കിംഗ് ഓവർ യുവർ ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്നേക്കിൻ്റെത്. അത് സീരിയസ്ലി ഇവിടെ കറക്റ്റാக പറയുകയാണെങ്കിൽ ഒരു വിമാനാണ്. ഓക്കെ, ഒരു വിമാനിൻ്റെ എനർജിയാണത് വന്നിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ എനർജി, ദ സ്നേക്ക്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ എനർജി നോക്കാം. ഏഞ്ചൽസ് kindly give me the correct card. സോൾമേറ്റ്സ് വീണ്ടും റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ സോൾമേറ്റ്സിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ ജന്മത്തിലോ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ആളുമായിട്ട് ഒരു സോൾ കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചില അഗ്രിമെൻറ്റ്സോട് കൂടി നിങ്ങൾ തമ്മിൽ ഒരു സോൾ കോൺട്രാക്റ്റോട് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ആയിക്കോളാം എന്നുള്ള രീതിയിൽ ഒരു സോൾ കോൺട്രാക്റ്റോട് കൂടി രണ്ടുപേരും സമ്മതിച്ച ഒരു സോൾ കോൺട്രാക്റ്റോട് കൂടി ഭൂമിയിൽ വന്നിട്ടുള്ളവരാണ് നമ്മൾ. ടാരറ്റ് സോൾസിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സോളിൽ വിശ്വസിക്കുന്നുണ്ട്, പൂർവ്വജന്മങ്ങളിൽ ടാരറ്റ് വിശ്വസിക്കുന്നുണ്ട്, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളൊരു ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ടാരറ്റ് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്ത് പറയാം സോൾ കോൺട്രാക്റ്റോട് കൂടി ഇപ്പോൾ കണക്റ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് സോൾസാണ്. നിങ്ങൾ ആരുമായിട്ടാണോ ഡീൽ ചെയ്യുന്നത് അവരും നിങ്ങളും തമ്മിൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 3 ഒറക്കിൾ കാർഡ്സ് എന്ന് പറയുന്നത്.
നമുക്കിനി അടുത്ത് നമ്മുടെ ടാരറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടാരോട്ട് എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് തരുന്ന ഒരു എനർജി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏഞ്ചൽസ് കൈൻഡ്ലി ഗിവ് മീ ദ കറക്റ്റ് കാർഡ്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ധനത്തിൻ്റെ ഒരു കാശിൻ്റെയൊക്കെ ഒരു കാര്യം വരുന്നുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. എങ്ങനെ കാശുണ്ടാക്കാം എന്ന് പല വഴികളും ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ട് എന്നാണ്. കാശിന് സ്കാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് ആ ഒരു മണി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് ഇതിലൊരാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അവർ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും അവർ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇമോഷൻസ് എല്ലാം കൺട്രോൾഡാണ്. ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വന്നത് 3 ഓഫ് വാണ്ട്സ് ആണ്. 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ തിങ്കിങ് അബൌട്ട് എക്സ്പാൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. തിങ്കിങ് അബൌട്ട് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ചില ആളുകൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാർ ചില ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് അവർ മനസ്സിൽ ചില കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഉടനെ തന്നെ കിട്ടുമെന്ന് അവരുടെ മനസ്സ് പറയുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നും ഈ 3 ഓഫ് വാണ്ട്സിന് ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, ചിലർ എക്സ്പാൻഷൻ, അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കാം. അതും അല്ലെങ്കിൽ ചില ബ്ലെസ്സിങ്സ് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ട്. അതായത് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, അതവർക്കറിയാം. അപ്പോൾ അവർ ചോദിക്കുന്നതാണ്, ബ്ലെസ്സിങ്സ് ഇങ്ങോട്ട് വരുമോ അതോ അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് പോകണോ? ആ ഒരു കാര്യം മനസ്സിൽ ലക്ഷ്യം വെച്ച് ഇരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ എനർജി ഇതൊക്കെയാണ്. ആൾ കാശ് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില തോട്ട്സ് ആളിൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം കണ്ടോ 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ വളരെ വേഗം നിങ്ങളടുത്തേക്ക്, അതായത് ആരാണോ ഈ കാണുന്നത് അവരുടെ അടുത്തേക്ക് ചില മെസ്സേജസ് ആയിട്ടോ കോണ്ടാക്ട്സ് ആയിട്ടോ കമ്മ്യൂണിക്കേഷൻ ആയിട്ടോ ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഫ്ലൈറ്റ് പിടിച്ച് വരുമെന്നൊക്കെ പറയില്ല. അതായത് ഒരു തട്ടും തടവും ഇല്ലാതെ വളരെ വേഗത്തിൽ, ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ, പുറത്തെ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ഫ്ലൈറ്റിൽ നിങ്ങളെ കാണാൻ വരുമെന്നോ അല്ലെങ്കിൽ അത്രയും പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെയാണ് ഈ 8 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. മെസ്സേജസ് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് തരത്തിലുള്ള മെസ്സേജസ് ആണെന്ന് നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ 3 കാർഡൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മെസ്സേജസ്, കമ്മ്യൂണിക്കേഷൻ, കോണ്ടാക്റ്റ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നത് മൂണിൻ്റെ എനർജിയാണ്. മൂണെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില സീക്രട്സ് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ ഹിഡൻ ആണ്. ചില ഇമോഷൻസ് ഒരുപാടുണ്ട് ഇതിനകത്ത്. ഇമോഷൻസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇമോഷൻസ് ഉണ്ട്, നല്ല രീതിയിൽ നിങ്ങളോട് ഇമോഷൻസൊക്കെ ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം. സീക്രട്സ് ഉണ്ട്. ചിലപ്പോൾ ആ സീക്രട്സ് നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ, ആ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതി അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പല മാറ്റങ്ങളും വരുമായിരിക്കും. അത് അറിയേണ്ട കാര്യമാണ് നിങ്ങൾ. പക്ഷേ അത് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ നിന്ന് അറിയാൻ പറ്റുന്നത്.
മനസ്സിലാക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ, നമ്മളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം നമുക്കറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മളെ ഇൻറ്റ്യൂഷൻസ് എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ആ കാര്യത്തിനെക്കുറിച്ച് എന്താണ് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഓക്കെ, ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ചിലർക്ക് ചില പ്രണയം, ഓക്കെ, പേജിൻ്റെ എനർജി, ചെറിയൊരു പ്രണയം ഇങ്ങനെ മൊട്ടിട്ട് വരുന്നത് പോലെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പേജ് എന്ന് വെച്ചാൽ ചെറിയ കുട്ടി, ഒരു യുവാവ് എന്നുള്ളൊരർത്ഥമേ ഉള്ളൂ. അപ്പോൾ ആ പേജ് ഓഫ് കപ്സ് ഒരു ചെറിയൊരു പ്രണയം മുട്ടിട്ടിരിക്കുന്നു ആളിൻ്റെ ലൈഫിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് ചിലപ്പോൾ ടൈം പാസിന് വേണ്ടിയിട്ട് ചിന്തിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കപ്പ് ആളിൻ്റെ മനസ്സിൽ, ആൾ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആരിൽ നിന്നെങ്കിലും ഒരു പ്രപ്പോസൽ വരികയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പെരുമാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആൾ അതിനെക്കുറിച്ച് മാത്രമല്ല, ആളെവിടെ ഒരു കടൽ തീരത്ത് പോയിരുന്നിട്ട് സ്വസ്ഥമായിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിരുന്നിട്ട് പലതിനെക്കുറിച്ചും ആൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഓഫർ, ഒരു കപ്പ് വന്നിട്ടുണ്ട്, ഒരു സ്നേഹം വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചും ആൾ ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഫ്രാക്ഷൻസ് ഓഫ് എ സെക്കൻഡിലെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പേജ് ഓഫ് കപ്സ് ഒരു അങ്ങനെ വന്നിട്ടുണ്ട് ആളിൻ്റെ മനസ്സിൽ. അതിനുശേഷം നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, അകന്ന് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചും ആൾ ചിന്തിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആളിൻ്റെ കയ്യിൽ 5 കപ്പ് ഉണ്ടായിരുന്നു. കപ്പെന്ന് വെച്ചാൽ സ്നേഹമാണ് നമ്മുടെ ടാരോട്ടിൽ. അപ്പോൾ കപ്പ് ഉണ്ടായിരുന്നു, അതിലൊരു കപ്പ് ആളിൻ്റെ കയ്യിൽ നിന്ന് കമന്നു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ആൾ ഇടയ്ക്കിടയ്ക്ക് ദുഃഖിക്കുന്നുമുണ്ട്. നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ, അങ്ങനെയുള്ളവരുടെ സെപ്പറേറ്റഡ് ആയിരിക്കുന്നവരുടെ റീഡിംഗ് ആണത് മെയിനായിട്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ കയ്യിൽ നിന്ന് പോയ കപ്പിനെ കുറിച്ച് ആലോചിച്ച് ആൾ സങ്കടപ്പെടുന്നുമുണ്ട് എന്നാണ് ഒരു കാർഡ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ആൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു കാര്യം ഇടയ്ക്ക് ഇങ്ങനെ ഹിഡനായിട്ട് കാണും. പരസ്പരം അതാണ് പറയുന്നത്, പരസ്പരം എല്ലാം തുറന്നു പറയുകയാണെങ്കിൽ പലതും നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഒരു സീക്രട്ട് ഇടയ്ക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റു ആളിൽ നിന്നും പാർട്ട്ണറിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടൊരു സീക്രട്ട് വരുമ്പോഴാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത്, ഒരു എനർജി കിട്ടി, ഞാനത് എടുക്കുന്നില്ല, അത് കമന്നാണ് വീണത്. ഇനി വരികയാണെങ്കിൽ അത് വീണ്ടും എടുക്കാം. അടുത്ത എനർജി എന്ന് പറയുന്നത് 8 ഓഫ് കപ്സ് ആണ്. കണ്ടോ, 8 ഓഫ് കപ്സ് ഡിസപ്പോയിൻറ്റഡ് ആണ്, തിരിഞ്ഞു നടക്കുന്നുണ്ട് ആൾ, ഡിസപ്പോയിൻറ്റഡ് ആണ്. ബന്ധത്തിൽ ചില കാര്യങ്ങളെല്ലാം വന്നിട്ട് ആൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിഞ്ഞു നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബിട്രായലാണ്. ഓക്കെ, ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു നടക്കുന്നു എന്ന പോലെയാണ് എനിക്കിവിടെ നിന്ന് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതുണ്ടോ, എല്ലാം 4 ഓഫ് കപ്സ്, ഇതും അത് തന്നെയാണ്. പണ്ടത്തെ കാര്യം ആലോചിച്ചിരിക്കുകയാണ്, പണ്ടത്തെ കാര്യം. ഇപ്പം ആളിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ഒരു കാര്യങ്ങൾക്കും ആളിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും ശ്രദ്ധയില്ല. പണ്ട് നടന്ന കാര്യങ്ങൾ, പണ്ട് സന്തോഷിച്ചിരുന്ന കാര്യങ്ങൾ, ഇപ്പം ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആളിനൊട്ടും സന്തോഷമില്ലാത്തൊരവസ്ഥയാണ്, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പം ആരുടെ കൂടെയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ, അല്ലെങ്കിൽ ഇപ്പം ഉള്ള ഒരു അവസ്ഥയിൽ ആളൊട്ടും ഹാപ്പി അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഡിസപ്പോയിൻറ്റഡ് ആണ്, തിരിഞ്ഞു നടക്കുന്ന ഒരു സെപ്പറേഷൻ്റെ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നിങ്ങളെ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആലോചിക്കുന്നുണ്ട്. ചില ഓഫറുകളൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആൾക്ക് നല്ല രീതിയിൽ
സങ്കടവും ഉണ്ട്, പക്ഷെ അതൊന്നും തുറന്ന് പുറത്ത് കാണിക്കുന്നില്ല, നിങ്ങളോട് പറയുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് കിട്ടിയ കാർഡെന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ വേണം, ഒരു ഫാമിലി പോലെ കഴിയണം എന്നുള്ള ചിന്തകളെല്ലാം ആളിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കൊരു ഫാമിലി പോലെ കുട്ടികൾ വേണം, അല്ലെങ്കിൽ കുട്ടികളുള്ളവരാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കുട്ടികളോടൊത്ത് ഒരു വീക്കെൻഡിലൊക്കെ പോകണം, ഓക്കെ, ഒന്ന് സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ഒരു എനർജിയൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പക്ഷേ എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാമിലി പോലെ ആവണം. നിങ്ങൾ വിവാഹിതരല്ല എങ്കിൽ ഫാമിലി പോലെ ആവണം എന്നുള്ളൊരു ചിന്ത ആളിൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 9 ഓഫ് വാൺസിൻ്റെ എനർജി, ഇവിടെ ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ചിലവർ പ്രവർത്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, ഈ കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ആളായിരിക്കാം. ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളല്ലെങ്കിൽ ആളായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം. അതിൻ്റെ ഇടയ്ക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ആൾ മറ്റു കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ആളിന് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് ചെയ്യണമെന്നുള്ളതൊക്കെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയ മറ്റൊരു എനർജി. 9 ഓഫ് വാൺസിൻ്റെ എനർജി. ആളിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആളിനെ തന്നെ മറന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറന്നിട്ട് ആൾ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്കൊരു കാർഡും കൂടെ എടുക്കാം, ഫൂൾ. ഓക്കെ, ഫൂൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ ഒന്നും നോക്കില്ല, യൂണിവേഴ്സിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് ചില കാര്യങ്ങൾ മുന്നോട്ട് ചില കാര്യങ്ങൾ ചെയ്തു വരും നിങ്ങളടുത്തേക്ക്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആൾ ഫൂളിനെ പോലെ എടുത്ത് ചാടി ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് പലതും ഇങ്ങനെ ആലോചിച്ചിരിപ്പുണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് വന്നത് ഫൂൾ കാർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ആളിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും സമയം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും നിങ്ങളും ആളും പരസ്പരം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഉടനെ തന്നെ പെട്ടെന്നിപ്പോൾ കാണാൻ വരും, അല്ലെങ്കിൽ പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ വരും, പെട്ടെന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ ഫൂൾ കാർഡ് പറയുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അത് ഒരു നിമിഷത്തെ ചിന്തയാണ്. ബോട്ടം ഓഫ് ദ കപ്പ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് തന്നെയാണ്. ഇമോഷൻസ് എല്ലാം ഭയങ്കര മെച്യൂറായിട്ട് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്, ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ വിഷമിക്കുന്നതറിയാം, അല്ലെങ്കിൽ നിങ്ങളെന്താണ് ചിന്തിക്കുന്നതെന്നറിയാം, എന്തൊക്കെ കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിൽ ധാരണയുണ്ട്. പക്ഷേ എമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളിനെ പോലെ എമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കേസസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളും ആളിൻ്റെ എനർജി എന്ത് ചെയ്യുക, മിറർ ചെയ്യുക. ആൾ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ആളിനെ പോയിട്ട് വിളിച്ച് എഴുതിക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആളിൻ്റെ എനർജിയെ എന്ത് ചെയ്യുക, മിറർ ചെയ്യുക. ആളെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നിങ്ങളും ഇരിക്കുക എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി പിടിക്കുമ്പോൾ നിങ്ങൾ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി പിടിച്ചോളൂ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, സെൽഫ് കെയർ ഒക്കെ ചെയ്ത്, സെൽഫായിട്ടുള്ള പല മോട്ടിവേഷൻസോട് കൂടി നല്ല സുന്ദരിമാരായിട്ടൊക്കെ അണിഞ്ഞൊരുങ്ങി നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ബോഡി ബിൽഡിങ്, നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള എന്തൊക്കെയാണോ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്കും മുന്നോട്ട് പോകാം. അവനവൻ്റെ സന്തോഷമാണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മളെ ഹാപ്പിയാക്കാൻ നമ്മൾ തന്നെ വേണം. അല്ലാതെ മറ്റൊരാൾക്ക് വന്നിട്ട് നമ്മളെ ഹാപ്പി ആക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും എപ്പോഴും അത് പറ്റില്ല.
ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു ആൻഡ് ബൈ.